നമസ്കാരം. നക്ഷത്ര വാരഫലം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. 2025 ജൂലൈ 7 മുതൽ 13 വരെയുള്ള 12 കൂറുകൾക്കും എങ്ങനെ ആയിരിക്കാമെന്ന് നോക്കാം. ഏതെല്ലാം രാശികൾക്കാണ് ഈ ആഴ്ച നല്ല ഫലങ്ങൾ തുണയ്ക്കുന്നതെന്നും ആർക്കൊക്കെ അനുകൂല ഫലങ്ങൾ, ജ്യോതിഷപരമായി നോക്കിയാൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന കൂറുകാർ ആരെല്ലാമാണ്, 12 രാശിക്കാർക്കും ഈ ആഴ്ച എങ്ങനെയാണെന്ന് നോക്കാം. മേടം രാശിക്കാർക്ക്, അതായത് അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ കാൽഭാഗവും അടങ്ങിയിരിക്കുന്ന മേടരാശിക്കാർക്ക് ഈ ആഴ്ച നല്ലതാണ്. ജീവിതത്തിൽ പല കാര്യങ്ങൾ നേടാൻ കഴിയും. നിങ്ങളുടെ കഴിവുകൾ തിരിച്ചറിയാനാകുന്നതും വ്യക്തിപരവും തൊഴിൽപരവുമായി ജീവിതത്തിൽ ഗുണം ചെയ്യും. കഠിനാധ്വാനം ചെയ്യുക. കൂടുതൽ യാത്ര നടത്താൻ അവസരം ലഭിക്കും. ജോലി കാര്യങ്ങളിൽ തടസ്സങ്ങൾ കുറെ മാറും. സാമ്പത്തിക കാര്യങ്ങളിൽ ഭദ്രത കൈവരിക്കാൻ സാധിക്കും. പ്രണയം തുറന്നു പറയാൻ പറ്റിയ സമയം ഇതാണ്. ക്ഷമയോടെ കാത്തിരിക്കുക. ഇടവർ രാശിക്കാർക്ക്, അതായത് കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗവും രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്നതാണ് ഈ രാശി. ഈ രാശിക്കാർക്ക് ഈ ആഴ്ച പ്രധാനമായും വ്യക്തിപരമായി ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകും. കരിയറിൽ നല്ല മാറ്റങ്ങൾ വരും. ബിസിനസ്സുകാർക്ക് വരുമാനത്തിൽ വർധനവുണ്ടാകും. ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ടു പോകണമെന്ന് നിങ്ങൾ പഠിക്കും. ഭയമില്ലാതെ കാര്യങ്ങൾ ചെയ്യാനുള്ള ധൈര്യമുണ്ടാകും. വിനോദയാത്ര സാധ്യമാകും. കുടുംബകാര്യങ്ങൾ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. മിഥുനം രാശിയിൽ ഉൾപ്പെടുന്നത് മകയിരത്തിൻ്റെ അവസാന പകുതിയും തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവുമാണ്. ഈ രാശിക്കാർക്ക് ഈ ആഴ്ച പല കാര്യങ്ങളും മികച്ചതായിരിക്കും. വ്യക്തിപരവും തൊഴിൽപരവുമായ കാര്യങ്ങളിൽ വിജയം നേടാൻ കഴിയും. നല്ല സുഹൃത്തുക്കളെ നേടാനും സാധിക്കും. ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിക്കുക. ജോലിയിൽ കൂടുതൽ ശ്രദ്ധിക്കുക. മനസ്സിൻ്റെ സ്വസ്ഥത നിലനിർത്താൻ കഴിയും. ദൈവാനുഗ്രഹത്തിനായി പ്രത്യേക പ്രാർത്ഥനകൾ വേണം. ഇതിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഏറ്റെടുത്ത കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതിനൊപ്പം സാമ്പത്തിക സ്ഥിതിയിലും ചെറിയ പുരോഗതി പ്രതീക്ഷിക്കാം. കർക്കിടകം. പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗവും പൂയം, ആയില്യം എന്നീ നാളുകൾ വരുന്ന രാശിയാണ് കർക്കിടകം രാശി. ഈ രാശിക്കാർക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കും. സമാധാനത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക. ധൈര്യത്തോടെ പ്രവർത്തിക്കുക. കുടുംബത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക. മാതാപിതാക്കളുമായി നല്ല ബന്ധം നിലനിർത്തുക. ജോലി രംഗത്ത് പുതിയ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വിജയിപ്പിക്കും. സാമ്പത്തിക രംഗത്ത് നേട്ടമുണ്ടാകും. കുടുംബത്തിലും സ്വസ്ഥത വീണ്ടെടുക്കാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉയർന്ന വിജയം പ്രതീക്ഷിക്കാം. ചിങ്ങം. മകവും പൂരവും ഉത്രത്തിൻ്റെ ആദ്യ കാൽഭാഗവും ചേർന്നതാണ് ചിങ്ങരാശി. ഈ രാശിക്കാർക്ക് ഈ ആഴ്ച വളരെ നല്ലതായിരിക്കും. നിങ്ങൾക്ക് വിജയം നേടാൻ കഴിയും. പുതിയ തുടക്കത്തിനായി കാത്തിരിക്കുക. നിങ്ങളുടെ ജോലിയെക്കുറിച്ച് വീട്ടുകാർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ക്ഷമയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ജോലിസ്ഥലത്ത് നല്ല പേര് നേടാൻ ശ്രമിക്കുക. സഹപ്രവർത്തകർ നിങ്ങളെ സഹായിക്കും. കുടുംബപരമായ കാര്യങ്ങളിൽ ഗുണകരമായ അനുഭവങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത്. ജോലി രംഗത്ത് അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. കടബാധ്യത കുറച്ചൊക്കെ തീർക്കാൻ സാധിക്കും. കന്നി. ഉത്രത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗവും അത്തവും ചിത്തിര ആദ്യത്തെ പകുതിയും ചേർന്നതാണ് കന്നിരാശി. ഈ രാശിക്കാർക്ക് ഈ ആഴ്ച സന്തോഷം നിറഞ്ഞതായിരിക്കും. വിഷാദത്തിൽ നിന്ന് രക്ഷ നേടാൻ ജോലിയിൽ ശ്രദ്ധിക്കുക. കുടുംബത്തിന് പ്രാധാന്യം നൽകുക. വീട്ടിൽ ആഘോഷങ്ങൾ നടത്തുക. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടക്കും. ചുറ്റുമുള്ള നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കുക. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. പാരമ്പര്യമായി എന്തെങ്കിലും ലഭിക്കാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ സ്വസ്ഥത നിലനിർത്താൻ കഴിയും. ദൈവാനുഗ്രഹമുള്ളതിനാൽ തടസ്സങ്ങളെയെല്ലാം അതിജീവിക്കാൻ സാധിക്കും. സാമ്പത്തിക ബാധ്യതകൾ തുടരും. തുലാം. ചിത്തിര അവസാനത്തെ പകുതിയും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗവും ചേർന്നതാണ് തുലാം രാശി. ഈ രാശിക്കാർക്ക് ഇത് നല്ല ആഴ്ചയാണ്. പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സാധിക്കും. പങ്കാളിയുമായി നല്ല ബന്ധം സ്ഥാപിച്ച് ഒരുമിച്ച് സമയം ചെലവഴിക്കും. കഠിനാധ്വാനം ചെയ്യുക.
നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ച് നല്ല ഭാവിക്കായി ശ്രമിക്കുക. ആരോഗ്യകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ വേണം. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നിലനിർത്താൻ സാധിക്കും. ജോലിസ്ഥലത്ത് പുതിയ സ്ഥാനലബ്ധിക്ക് സാധ്യതയുണ്ട്. വൃശ്ചികം. വിശാഖത്തിന്റെ അവസാനത്തെ കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും ചേരുന്നതാണ് വൃശ്ചികം രാശി. ഈ രാശിക്കാർക്ക് ഈ ആഴ്ച മികച്ചതാണ്. വ്യക്തിപരവും തൊഴിൽപരവുമായ ജീവിതം മെച്ചപ്പെടുത്താൻ കഴിയും. ഇത് നിങ്ങളുടെ സന്തോഷത്തിന് നല്ലതാണ്. മാതാപിതാക്കളെയും മുതിർന്നവരെയും നന്നായി പരിഗണിക്കണം. ജോലി കൃത്യസമയത്ത് തീർക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ കഴിവുകൾ മേലുദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തുക. ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും കുറേയൊക്കെ കരകയറാൻ സാധിക്കും. മൂലവും പൂരാടവും ഉത്രാടത്തിന്റെ ആദ്യ കാൽഭാഗവും ചേർന്നതാണ് ധനുരാശി. ഈ രാശിക്കാർക്ക് നല്ല സമയമുണ്ടാകും. ആത്മവിശ്വാസത്തോടെ കാര്യങ്ങൾ ചെയ്യുക. മറ്റുള്ളവരുമായി നല്ല ബന്ധം സ്ഥാപിക്കുക. വ്യക്തിജീവിതത്തിലും തൊഴിൽ ജീവിതത്തിലും ഒരുപോലെ ശ്രദ്ധിക്കുക. പങ്കാളിയുമായി നല്ല ബന്ധം ഉണ്ടാകും. ഇടപെടുന്ന കാര്യങ്ങളിൽ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. കുടുംബകാര്യങ്ങളിലും ജോലി രംഗത്തും സ്വസ്ഥത നിലനിർത്താൻ സാധിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ അനുകൂല സമയമാണ്. തട്ടിപ്പുകളിൽ നിന്നും സൂക്ഷിക്കുക. മകരം. ഉത്രാടത്തിന്റെ അവസാനത്തെ മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ചേർന്നതാണ് മകരം രാശി. ഈ രാശിക്കാർ ഈ ആഴ്ചയിൽ തർക്കങ്ങളിൽ ഏർപ്പെടരുത്. പങ്കാളിയുമായി നല്ല സമയം ചെലവഴിക്കുക. സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യുക. നിരാശ തോന്നാൻ സാധ്യതയുണ്ട്. എന്നാൽ കൂടുതൽ ശക്തിയോടെ തിരിച്ചു വരണം. ചെലവ് നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കണം. വിവാഹം മുതലായ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാക്കാൻ കഴിയും. കുംഭം. അവിട്ടത്തിന്റെ അവസാന പകുതിയും ചതയവും പൂരുട്ടാതിയും ആദ്യത്തെ മുക്കാൽ ഭാഗവും ചേർന്നതാണ് കുംഭം രാശി. ഈ രാശിക്കാർക്ക് ഇത് നല്ല ആഴ്ചയാണ്. ശത്രുക്കളെ ജയിക്കാൻ കഴിയും. തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോവുക. സന്തോഷകരമായ കാര്യങ്ങൾ ഉണ്ടാകും. വീട്ടിലേക്ക് പുതിയ അതിഥി വരാനും സാധ്യതയുണ്ട്. മാതാപിതാക്കളുടെ പിന്തുണയുണ്ടാകും. നിങ്ങളുടെ നേട്ടങ്ങളിൽ സന്തോഷിക്കുക. ആരോഗ്യകാര്യങ്ങളിൽ ജാഗ്രത പുലർത്തണം. കുടുംബകാര്യങ്ങളിൽ അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ജോലി രംഗത്ത് പ്രതിസന്ധികളൊന്നും ഉണ്ടാകില്ല. പുതിയ വരുമാന മാർഗം കണ്ടെത്താൻ കഴിയും. മീനം. പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയും ചേർന്നതാണ് മീനം രാശി. ഈ രാശിക്കാർക്ക് ഈ ആഴ്ചയിൽ വലിയ വിജയമുണ്ടാകും. പണം സമ്പാദിക്കാനുള്ള ബുദ്ധിമുട്ട് മനസ്സിലാകും. പങ്കാളിയുമായി കൂടുതൽ സമയം ചെലവഴിക്കുക. ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാം. എന്നാൽ അത് നിങ്ങളുടെ ചിന്തകളെ ബാധിക്കരുത്. കൂടുതൽ ശ്രദ്ധിച്ച് പണം കൈകാര്യം ചെയ്യുക. ജോലി രംഗത്ത് സ്വസ്ഥത നിലനിർത്താൻ കഴിയും. കൂടുതൽ യാത്ര വേണ്ടിവരും. സാമ്പത്തിക കാര്യങ്ങളിൽ പുരോഗതി കാണപ്പെടും. നക്ഷത്ര വാരഫലം എന്ന ഈ പരിപാടി ഇവിടെ അവസാനിക്കുന്നു. പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.